സൂത്രന്റമ്മേ, അവിടെ വലിയൊരു പാമ്പ് ചത്തു കിടക്കുന്നു. ഒന്ന് പോയി നോക്കാം. ഞങ്ങളും വരുന്നു. വേണ്ട, കുട്ടികൾ കണ്ടാൽ പേടിക്കും. സൂത്രന്റമ്മേ, ഇന്ന് രാത്രി മുക്കൻകുന്നിൽ നാടകമുണ്ടാ, വരുന്നോ? ഞാൻ വരാം ശേരുവിന്റമ്മേ. വേണ്ട, ഭീകര നാടകമാ, കുട്ടികൾ കണ്ടാൽ പേടിക്കും. സൂത്ര, കുന്നിന്റെ മുകളിൽ നിന്ന് ആനക്കൂട്ടം പോകുന്നത് കാണാമെന്ന്, നമുക്ക് പോയാലോ? വേണ്ട വേണ്ട, ആനക്കൂട്ടത്തെ കുട്ടികൾ ഒറ്റയ്ക്ക് കണ്ടാൽ പേടിക്കും. അമ്മേ, ഞാൻ നാളെ പഠിക്കാൻ പോകുന്നില്ല. അതെന്താ? അവിടെ ആന സാറുണ്ട്, സാറിനെ കണ്ടാൽ കുട്ടികൾ പേടിക്കും. പറ, മൂക്കുമുട്ടയെ തിന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്കിൽ വെച്ച് മുട്ട തിന്നു. അല്ല, വയറ് നിറയെ തിന്നു. ഇതുപോലെ പല പ്രയോഗങ്ങളുണ്ട്, അത് പഠിക്കണം. കയ്യും കണക്കുമില്ലാതെ എന്താ അർത്ഥം? കണക്ക് പഠിക്കാത്ത പാമ്പ്. പാമ്പോ? പാമ്പിന്റെ കാര്യം ആര് പറഞ്ഞു? പാമ്പിന് കൈയില്ലല്ലോ, കണക്ക് പഠിക്കാത്തത് കൊണ്ട് കണക്കുമില്ല. അതൊന്നുമല്ല, കയ്യും കണക്കുമില്ലാതെ എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്നർത്ഥം. നിങ്ങൾ എന്താ അകലെ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഇരുന്നോളൂ. കുട്ടികൾക്ക് നിങ്ങളും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നല്ലതാ. കുട്ടികളെ, ഇതാണ് ബുദ്ധിമാനായ സൂത്രനും ശേരുവും. സൂത്രനാ ബുദ്ധിമാൻ, ഞാൻ സാധാ മാനാ. ഇനി അടുത്ത ചോദ്യം. കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് എവിടെയെങ്കിലും വെക്കാതെ വെച്ചു എന്ന് നുണ പറയുന്നത്. തെറ്റ്, വലിയ നുണ എന്ന അർത്ഥം. വലിയ കല്ല് വെക്കുന്ന നുണയാണോ സൂത്ര? താനൊന്നും മിണ്ടാതിരി. ഇതുപോലെ വേറെ പ്രയോഗങ്ങളുണ്ട്. വയ്യാവേലി, പുലിവാല്, ഇതിന്റെയൊക്കെ അർത്ഥം അറിയാമോ? വയ്യാത്ത വേലിയിൽ ചാരി നിൽക്കുന്നത് വയ്യാവേലി. മണ്ണം കട്ട. ഇത്രയും ഞാൻ ക്ഷമിച്ചു, ഇനി പറ്റില്ല. കളിയും തമാശയും ഒക്കെ കഴിഞ്ഞു. പഠിക്കാൻ വന്നാൽ പഠിക്കണം, ഇല്ലെങ്കിൽ നിർത്തി പോടാ. ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ ഇത്രയും മണ്ടന്മാരായാൽ എനിക്കാ മോശം. സൂത്ര, വയ്യാവേലി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് വെച്ചാൽ നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. മാഷേ, ഞാൻ പറയട്ടെ, വയ്യാവേലി നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. വളരെ ശരി, കേട്ടോടാ, കേട്ട് പഠിക്ക്. എങ്കിൽ പുലിവാലിന്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്ക. അത് വേണ്ടെന്ന് സാറ് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ എപ്പോ പറഞ്ഞു? രണ്ടിലൊന്ന് അറിയണമെന്നല്ലേ സാറ് പറഞ്ഞത്. മടുത്തു ശേരു, മടുത്തു. ഞാൻ ഈ കാട് വിട്ടു പോകുകയാ. എന്തു പറ്റി സൂത്ര? ആ ആനച്ചേട്ടൻ ഇന്നും എന്നെ എടുത്തിട്ട് പെരുമാറി. ഞാൻ എറിഞ്ഞ ഒരു കല്ല് മൂപ്പരുടെ കണ്ണിൽ കൊണ്ടു, അത്രയുള്ളൂ. അതിനെ എന്നെ ഇട്ട് ഇടിച്ചത്. സമാധാനമായിട്ട് ഒരു കല്ലെറിയാൻ പറ്റാത്ത ഈ കാട് എനിക്ക് വേണ്ട. ഞാൻ കാട് വിടുകയാ. പാവം, സൂത്രനെ തടയാൻ എന്താ ഒരു വഴി? ആ, വഴിയുണ്ട്. സൂത്ര, ആനച്ചേട്ടനാന്ന് വിചാരിച്ച ആ പാറക്കിട്ട് ഒരു ഏറ് കൊട്, മനസ്സൊന്ന് തണുക്കട്ടെ. ആ, അത് നല്ല സൂത്രമാ. ആരാണ് എറിഞ്ഞത്? നീ പിന്നെയും. ആനച്ചേട്ടൻ. ഞാൻ കാട് വിടും, ഉറപ്പാ. താനിങ്ങനെ നിരാശപ്പെടാതെ സൂത്ര, വാ, വഴിയുണ്ടാക്കാം. കല്ലെറിയാനാണെങ്കിൽ ഈ പുഴയിലേക്ക് എറിഞ്ഞാ പോരെ? ആനച്ചേട്ടൻ എന്താ അവിടെ നിന്ന് കുളിക്കുകയാണെന്നങ്ങ് വിചാരിച്ചാ മതി. എടാ, നിനക്ക് ഇത്രയും ധൈര്യമോ? അങ്ങേരെ ഇതിനകത്തുണ്ടായിരുന്നു. എന്റെ അപ്പൂപ്പ. രണ്ടബദ്ധമൊക്കെ ആർക്കും പറ്റും സൂത്ര. ഇത്തവണ കുഴപ്പം പറ്റരുത്. താൻ ഈ പാലക്കല്ലിട്ട രണ്ട് തൊഴിച്ചോ, ആനച്ചേട്ടനാണെന്ന് വിചാരിച്ചാ മതി. ഹമ്പടാ, എന്റെ കാട്ടുമുത്തപ്പ. ശരു, ഞാൻ കാട് വിടണ്ടാന്ന് തീരുമാനിച്ചു. അതെന്താ? ആനച്ചേട്ടൻ കാട് വിട്ടു. മടുത്തു ശരു, മടുത്തു. ഞാൻ ഈ കാട് വിട്ടു പോകുകയാ. എന്തു പറ്റി സൂത്ര? ആ ആനച്ചേട്ടൻ ഇന്നും എന്നെ എടുത്തിട്ട് പെരുമാറി. ഞാൻ എറിഞ്ഞ ഒരു കല്ല് മൂപ്പരുടെ കണ്ണിൽ കൊണ്ടു, അത്രയുള്ളൂ. അതിനെ എന്നെ ഇട്ട് ഇടിച്ചത്. സമാധാനമായിട്ട് ഒരു കല്ലെറിയാൻ പറ്റാത്ത ഈ കാട് എനിക്ക് വേണ്ട. ഞാൻ കാട് വിടുകയാ. പാവം, സൂത്രനെ തടയാൻ എന്താ ഒരു വഴി? ആ, വഴിയുണ്ട്. സൂത്ര, ആനച്ചേട്ടനാന്ന് വിചാരിച്ച ആ പാറക്കിട്ട് ഒരു ഏറ് കൊട്, മനസ്സൊന്ന് തണുക്കട്ടെ. അത് നല്ല സൂത്രമാ. ആരാണ് എറിഞ്ഞത്? നീ പിന്നെയും. ആനച്ചേട്ടൻ. ഞാൻ കാട് വിടും, ഉറപ്പാ. താനിങ്ങനെ നിരാശപ്പെടാതെ സൂത്ര, വാ, വഴിയുണ്ടാക്കാം. കല്ലെറിയാനാണെങ്കിൽ ഈ പുഴയിലേക്ക് എറിഞ്ഞാ പോരെ? ആനച്ചേട്ടൻ എന്താ അവിടെ നിന്ന് കുളിക്കുകയാണെന്നങ്ങ് വിചാരിച്ചാ മതി. എടാ, നിനക്ക് ഇത്രയും ധൈര്യമോ? അങ്ങേരെ ഇതിനകത്തുണ്ടായിരുന്നു. എന്റെ അപ്പൂപ്പ. രണ്ടബദ്ധമൊക്കെ ആർക്കും പറ്റും സൂത്ര. ഇത്തവണ കുഴപ്പം പറ്റരുത്. താൻ ഈ പാലക്കല്ലിട്ട രണ്ട് തൊഴിച്ചോ, ആനച്ചേട്ടനാണെന്ന് വിചാരിച്ചാ മതി. ഹമ്പടാ, എന്റെ കാട്ടുമുത്തപ്പ. ശരു, ഞാൻ കാട് വിടണ്ടാന്ന് തീരുമാനിച്ചു. അതെന്താ? ആനച്ചേട്ടൻ കാട് വിട്ടു. ചേട്ടൻ എന്തിനാ വിളിച്ചത്? എന്താ ഇങ്ങനെ നോക്കുന്നത്? തനിക്കൊന്നും പറയാനില്ലേ? ഞങ്ങളെയല്ലേ വിളിച്ചത്, ചേട്ടനല്ലേ പറയേണ്ടത്. ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ മോനെ. ഞാനും ഹാപ്പി ബർത്ത്ഡേ. ഇതൊന്ന് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിനൊരു സൂത്രം ഒരുക്കാൻ
ആശംസാ പാറ. അതെന്താ അതെന്താ സൂത്ര? എന്താതിരി? ഷേരു പാറ ക്ലീനാക്കി വെക്കും, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പാറയിൽ ആദ്യം ഞാൻ എഴുതുന്നത് ഒരു ഗമയല്ലേ? അതെ അതെ, ഏറ്റവും പ്രധാന ആള് വേണ്ടേ ആദ്യം എഴുതാൻ? ശരിയാ, ഏറ്റവും പ്രധാനം ഞാനാ. ഇനി ഞാൻ എങ്ങനെ ആദ്യം എഴുതുമടോ? പുതിയതായി തുടങ്ങുന്ന പരിപാടിയല്ലേ എന്ന് കരുതി. എടോ, അവിടെ എന്തോ അനക്കം, ചാടിപ്പിടി. മുയലുണ്ടായിരുന്നോ? കളഞ്ഞു. തന്നോട് പറഞ്ഞതല്ല ചാടി പിടിക്കാൻ. അത് അതിനകത്ത് വല്ല പാമ്പ് കൊണ്ടുവന്ന് നോക്കിയതാ. മണ്ണാൻ കട്ട. എടോ, ഒറ്റ ചാട്ടത്തിന് പിടിച്ചില്ലെങ്കിൽ ഈ വക പണിക്കൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാ, താൻ ആ കുറ്റിക്കാട്ടിലേക്ക് ചുമ്മാ ഓടിച്ചെന്ന് ഒന്ന് ചാട, കാണട്ടെ, ഒരു പ്രാക്ടീസ് ആവട്ടെ. ഇത് മുള്ളുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് പേടിച്ചിട്ടാ. തന്റെ പേടി മാറ്റാൻ ഈ പ്രാക്ടീസ് ഒന്നും പോരാ. മനസ്സ് നല്ല കട്ടിയാകണം. ഒന്നുമില്ലെങ്കിലും താനൊരു കടുവയല്ലേടോ? അതെ, ഒന്നുമില്ലെങ്കിലും കടുവയാ. പ്രാക്ടീസിന് വേണ്ടി മാത്രം ഒരു ഡമ്മി കുറ്റിക്കാടുണ്ടാക്കണം. ഗുഹയുടെ അടുത്ത് മതി. ഇല, പുല്ല്, വള്ളി ഇതൊക്കെ ചേർത്ത കാടുണ്ടാക്കാം. പക്ഷെ മനസ്സ് കട്ടിയാകാൻ അതിനെ താൻ തന്നെ വിചാരിക്കണം. കട്ടിയാകണം കട്ടിയാകണം എന്ന് ഉരുവിട്ട മനസ്സിൽ ഉറപ്പിക്കണം. കട്ടിയാകണം കട്ടിയാകണം. കുറ്റിക്കാടുണ്ടാക്കാൻ സഹായത്തിന് ആരെങ്കിലും വിളിച്ചോ. കട്ടിയാകണം കട്ടിയാകണം. കുറ്റിക്കാട് ഇതാ അവിടെ റെഡിയാക്കിക്കോ. കട്ടിയാകണം കട്ടിയാകണം. കുറ്റിക്കാട് പണി തീരുമ്പോൾ താൻ തന്നെ ചാടി ഉദ്ഘാടനം ചെയ്യണം. നോക്കി പഠിച്ചോ. ആവുന്നത്ര വേഗത്തിൽ ഓടിച്ചെന്ന ഒട്ടും സംശയിക്കാതെ ഒറ്റ ചാട്ടം. എന്താടോ ഇത്, അകത്ത് കല്ലോ? കുറ്റിക്കാട് പണിയുമ്പോ ചേട്ടനല്ലേ പറഞ്ഞോണ്ടിരുന്നത് കട്ടിയാകണം കട്ടിയാകണം എന്ന്? ശരി, താൻ വന്നത് നന്നായി. എന്റെ അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട്. ഏതമ്മാവന്റെ ഏത് മോൻ? ഏതോ അമ്മാവന്റെ ഏതോ മോൻ. എനിക്ക് കുറെ അമ്മാവന്മാരുണ്ടോ. ഇവനാണെങ്കിൽ മഹാവികൃതിയാ. അത് പിന്നെ ഏതമ്മാവന്റെ മോനാണെങ്കിലും അങ്ങനെയാ. പോകുന്നു ചടുകുടു. നില്ലടാ അവിടെ. നിന്നോടല്ലേ പറഞ്ഞത് ഗുഹയ്ക്ക് പുറത്ത് പോകരുതെന്ന്? പുറത്ത് പോയില്ലല്ലോ. അത് ശരിയാ. ഇതാ ഇവന്റെ കുഴപ്പം. എന്തിനും കാണും ഉത്തരം മുട്ടിക്കുന്ന ഒരു ന്യായം. തന്റെ ഉത്തരം മുട്ടിയോ? താൻ കുറച്ചു നേരത്തേക്ക് ഇവന് കാവലിരിക്കാമോ? അയ്യോ, എനിക്ക് പുരയെ കുളിക്കണം. സൂര്യൻ ഉദിച്ചാൽ കുളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ നട്ടുച്ചയായി. സൂര്യൻ ഉദിച്ചിട്ടല്ലേ നട്ടുച്ചയായത്? അത് ശരിയാ. മിണ്ടരുത്. വന്നിരിക്കുന്ന ഒരു ന്യായക്കാരൻ. ഞാൻ പറഞ്ഞു വന്നത് ഇവൻ ഓടിപ്പോകാതെ നോക്കണം. അതെങ്ങനെ നോക്കും? ഐഡിയ, ഒരു വള്ളിവേലി പോലെ കെട്ടി അതിനകത്ത് നിർത്താം. ഞാൻ വരുന്നത് വരെ ഈ വള്ളിക്ക് പുറത്തിറങ്ങരുത്, മനസ്സിലായോ? ആയി. അവൻ ഇനി അതിന് വേറെ ന്യായമൊന്നും കിട്ടില്ല. മതി സൂത്ര. ചടുകുടു ഓടി പിടിച്ചോ. വള്ളിക്ക് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അവൻ ഇപ്പോഴും വള്ളിക്കകത്താ. അവൻ വള്ളി കഴിച്ച വയറിൽ കെട്ടി. ഇതൊന്ന് താഴെ ഇറക്കാൻ സഹായിക്കാമോ പിള്ളേരെ? സഹായിക്കാമല്ലോ. താങ്ക് യു. തോണി താഴെ ഇറക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങളെ പിടിച്ച് തിന്നാം. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ ഈ വഞ്ചിയെ ചുമന്ന് നടക്കുന്നത്? വഴിക്ക് വല്ല പുഴയും കടക്കേണ്ടി വന്നാലോ? ആ സമയത്ത് വഞ്ചി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയ. അതിനാണെങ്കിൽ അരപ്പട്ട തേങ്ങയല്ലേ കുറെ കൂടി നല്ലത്. അരപ്പട്ട തേങ്ങയോ? അതെ, തേങ്ങ കൊണ്ട് അരപ്പട്ട. അത് ധരിച്ചാൽ മുങ്ങിപ്പോകില്ല. ഞങ്ങള് കാണിക്കാം. ഇതാ 5-6 തേങ്ങ കൂട്ടിക്കെട്ടി അരപ്പട്ട പോലെ ആക്കി. ഇത് വെള്ളത്തിലിട്ട് നോക്കാം. കണ്ടോ, പൊങ്ങി കിടക്കുന്നു. ശരിയാ, ഇതാണ് അരപ്പട്ട തേങ്ങ. വെള്ളത്തിൽ മുങ്ങില്ല. അത് അരയിൽ ധരിക്കുന്ന ആളും മുങ്ങില്ല. ഇത് ചേട്ടന്റെ അരയിൽ കെട്ടിവെച്ച് തരാം. ഓക്കെ, എങ്കിൽ പിന്നെ കാണാം. നിൽക്കടാ.